ഇപ്പൊ ഷാഫി പറമ്പിലിന്റെ കാര്യം തന്നെ എടുക്കും. ഒരു ഉത്തരവാദിത്തപ്പെട്ട CPM-ന്റെ ജില്ലാ സെക്രട്ടറി, ഒന്നുകിൽ അയാൾ പറയുന്ന അയാൾ യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാത്ത ഒരു അലവലാതി വർത്തമാനം പറയുന്ന ആളാണ്, അല്ലെങ്കിൽ അയാൾക്ക് ഉത്തരവാദിത്തം ഉണ്ട് എന്ന് CPM പറയണം. തെളിവുണ്ടെന്ന് പറയുന്ന തെളിവ് പുറത്തുവിടുന്നില്ല അയാൾ. ആ തെളിവുണ്ടെങ്കിൽ അയാൾ പുറത്തുവിടണമെന്നേ. ആ തെളിവുണ്ടെങ്കിൽ അയാൾ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ വിശ്വാസമില്ലെന്നല്ലേ എൻ്റെ അർത്ഥം. അതെ, സുരേഷ് ബാബുവിന്റെ കയ്യിൽ ഷാഫി പറമ്പിലിനെതിരായിട്ടുള്ള തെളിവുണ്ടെങ്കിൽ അത് പുറത്തുവിടാത്തതിന്റെ കാരണം ഒന്നുകിൽ പിണറായി വിജയന് വിശ്വാസമില്ല, ആഭ്യന്തരമന്ത്രി എന്നുള്ളതിൽ വിശ്വാസമില്ല, അല്ലെങ്കിൽ തെളിവില്ല. രണ്ടിലൊന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം വന്നപ്പോൾ ഒരു വല്ലാത്ത ആക്രമണം നടന്നു. രാഹുലിന്റെ ഭാഗത്തുനിന്ന് നിയമവിരുദ്ധമായിട്ട് എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ, അയാൾ വ്യക്തി ജീവിതത്തിൽ പുലർത്തേണ്ട മാന്യതകൾക്കും മര്യാദയ്ക്കും വിരുദ്ധമായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ പ്രോസിക്യൂട്ട് ചെയ്യപ്പെടണം, നിയമപരമായിട്ട് പോട്ടെ. എത്രയോ ഉന്നതമായിട്ടുള്ള ഒരു ജനാധിപത്യ ബോധമുള്ള സ്ത്രീപക്ഷ നിലപാടാണ് പാർട്ടി എടുത്തത്. അപ്പോൾ പോലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ വ്യക്തി ജീവിതത്തിലേക്ക് ഇത്രയും വലിയ ചൂഴ്ന്നോട്ടം നോക്കിയ ആളുകൾ അപ്പുറത്തുള്ള ആളുകളെ കുറിച്ചുള്ള കഥകൾ വരുമ്പോൾ അതൊക്കെ അറ്റാക്കാണെന്ന് പറഞ്ഞ് പ്രതിരോധിക്കുകയാണ്. അത് ശരിയല്ല. ആ ഭാഗത്ത് ഈ പറയുന്ന പോലെ ആക്ഷേപങ്ങൾ നേരിട്ട്, അല്ലെങ്കിൽ അത് അത്തരത്തിലുള്ള സംഭവങ്ങളിൽ പ്രതികളാക്കപ്പെട്ട ഉൾപ്പെടെ ഇന്ന് ഇരിക്കുന്ന സ്ഥാനങ്ങൾ കൂടി നമ്മൾ നോക്കണം. തീർച്ചയായിട്ടും. അല്ല, അത് ഞാൻ ചോദിക്കുന്നത്, പി ശശി എഴുതി കൊടുക്കുന്ന പ്രമേയം വായിക്കുന്ന, രാഹുലിനെതിരായിട്ടുള്ള പ്രമേയം വായിക്കുന്ന മുകേഷിനെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ഇപ്പൊ രാഹുലിനെതിരെ വന്നിട്ടുള്ള വോയിസ് ക്ലിപ്പുകൾ, ഇതിന്റെ ആധികാരികതയൊക്കെ പരിശോധിക്കപ്പെടട്ടെ, അത് പ്രോസിക്യൂട്ട് ചെയ്യപ്പെടട്ടെ. ശശീന്ദ്രന്റെയും കടകംപള്ളിയുടെയും ഒക്കെ വോയിസ് ക്ലിപ്പുകൾ പരിശോധിക്കപ്പെടണമല്ലോ. അപ്പൊ ഇതെല്ലാം പരിശോധിക്കപ്പെടണം. അപ്പൊ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് സമീകരിക്കുകയല്ല ചെയ്യേണ്ടത്. ഇത് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ആർക്കെതിരെ വന്നാലും, ഇപ്പൊ ഉണ്ണികൃഷ്ണൻ MLA-ക്കെതിരെ വന്നാലും, ഷാഫിക്കെതിരെ വന്നാലും, ആർക്കെതിരെ വന്നാലും പൊതുസമൂഹത്തിന്റെ മുമ്പിൽ പൊതുപ്രവർത്തകർ വിശ്വാസ്യത കളയുന്ന ഒരു കാര്യമാണ്. അത് പാടില്ല, അത് ചെയ്യരുതെന്നുള്ള പോയിന്റേ എനിക്കുള്ളൂ. അത് പറയുമ്പോൾ ഈ ഷാഫി പറമ്പിലിനെതിരെ കാഫിർ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കി പ്രചരിപ്പിച്ച ആളുകളെ ഇതേവരെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല. KK ലതിക എന്ന് പറഞ്ഞ MLA പോലും അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പ്രചരിപ്പിച്ചു. അപ്പൊ അവർക്കൊരു ഉത്തരവാദിത്തം, ഇവരെല്ലാം ഇത് മറന്നു പോവുക. കേരളത്തിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു മാധ്യമ സ്ഥാപനം ഇത് ചർച്ച ചെയ്യുന്നില്ല. ഇപ്പൊ എനിക്ക് എതിരെ വന്ന, എന്റെ ഭാര്യക്കെതിരെ വന്ന, മക്കൾക്കെതിരെ വന്ന, നമുക്കറിയാമല്ലോ ആന്തൂർ സാജൻ വളരെ വിവാദമായ ഒരു ആത്മഹത്യയായിരുന്നു അദ്ദേഹത്തിന്റെ മരണത്തിന് പിന്നാലെ അദ്ദേഹത്തിന്റെ ഭാര്യയെ അവഹേളിക്കുന്ന തരത്തിൽ, അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള വാർത്ത പുറത്തുവിട്ടത് പാർട്ടിയുടെ പ്രധാനപ്പെട്ട പത്രമാണല്ലോ. ദേശാഭിമാനി പത്രവും കൈരളി ചാനലൊക്കെ എന്തൊക്കെ പറഞ്ഞു, ആന്തൂർ സാജന്റെ ഭാര്യയെ ആക്ഷേപിച്ചു. അത് ഇവരുടെ ദ്രോഹം കൊണ്ട് ആത്മഹത്യ ചെയ്തൊരു മനുഷ്യന്റെയാ. ഇനി നോക്കട്ടെ, TP ചന്ദ്രശേഖരനെ വെട്ടിക്കൊന്നിട്ടിട്ട് ഇവർ പറഞ്ഞ വാക്കാണ് അസമയത്ത് അബദ്ധ സഞ്ചാരം നടത്തിയതിന്റെ ഫലമെന്നാണ്. അതായത് രാത്രി പോലീസുകാരുടെ അകമ്പടിയോടുകൂടി സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് നൈറ്റ് മാർച്ച്, നൈറ്റ് വാക്ക് നടത്തുന്നതാണ് DYFI. കേരളത്തിലെ DYFIയും CPM-ഉം പറയണം, കേരളത്തിലെ മനുഷ്യർക്ക് അസമയം ഏതാണ്, അബദ്ധ സഞ്ചാരം എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ സുരേഷ് ബാബു പറഞ്ഞ ഭംഗിയുള്ള സ്ത്രീകൾ, CPM എങ്ങനെയാ സ്ത്രീകളെ ഭംഗിയുള്ളവരും അല്ലാത്തവരായിട്ട് തിരിക്കുന്നത്? അതിന്റെ ഒരു സ്കെയിലിംഗ് എങ്ങനെയാ? ഈ പീഡനത്തിന്റെ തീവ്രത ഇളക്കും എന്ന് പറഞ്ഞ പോലെ ഭംഗിയുള്ള സ്ത്രീകളെ ഇവരെങ്ങനെയാ തിരിക്കുന്നത്? ഒരു സ്ത്രീയുടെ ഭംഗി എങ്ങനെയാണ് ഇവർ തീരുമാനിക്കുന്നത്? ഇനി ബാംഗ്ലൂർക്ക് ക്ഷണം കിട്ടുന്ന സ്ത്രീകൾ, അത് ഏത് സ്ത്രീകളാണ്? അപ്പൊ വെറുതെ കുറെ ആളുകളെ ആക്ഷേപിക്കുകയാണ്. ഒരേ സമയം പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് പറയുന്ന സംഭവം കാണുന്നില്ല എന്നുള്ളതാണ്. പൊളിറ്റിക്കൽ കറക്റ്റ്നെസിന്റെ ട്യൂഷൻ എടുക്കാൻ പോകുന്ന ഈ മാസ്റ്റർമാർ മുഴുവൻ ഇത്തരം വൃത്തികെട്ട പരിപാടിയുടെ ഹെഡ് മാസ്റ്റർമാരായിക്കൊണ്ടിരിക്കുക. എന്നിട്ടാണ് ഷാഫി പറമ്പിലെ ഹെഡ് മാസ്റ്റർ എന്ന് വിളിക്കുന്നത്. ഒരുപാട് ടീച്ചർമാരുള്ള പാർട്ടിയാണ് CPM, ഒരുപാട് മാസ്റ്റർമാരുള്ള പാർട്ടിയാണ് CPM. ആ പാർട്ടിയിലെ നേതാക്കന്മാര് ഹെഡ് മാസ്റ്റർമാർ അന്വേഷിച്ചെടുക്കുക ഈ പീഡന കഥകൾ അന്വേഷിച്ചിട്ട്. ഞാൻ ചോദിക്കുന്നത്, ബാംഗ്ലൂർക്ക് ക്ഷണം കിട്ടിയ സ്ത്രീകൾ ഉണ്ടല്ലോ, സുരേഷ് ബാബു പറഞ്ഞത് സത്യമാണെങ്കിൽ സ്ത്രീകളുണ്ട്. അപ്പൊ ഈ സുരേഷ് ബാബു ഷാഫി പറമ്പിലിനെ മാത്രമല്ല ആക്രമിക്കുന്നത്, വേറെ കുറെ സ്ത്രീകളെ. ഈ സ്ത്രീപക്ഷപാതം പറഞ്ഞ നെഹ്റുവിന്റെയും ഗാന്ധിയുടെയും ലെനിന്റെയും കാസ്ട്രോയുടെ ഒക്കെ പുസ്തകം കോട്ട് ചെയ്ത ഷൈൻ ടീച്ചർ എന്തേലും മിണ്ടാതിരിക്കുന്നത്? CPM-ന്റെ വനിതാ നേതാക്കന്മാർ എന്താ മിണ്ടാത്ത? അപ്പൊ ഇവർ ഇടതുപക്ഷമല്ല, ഇവര് കപട ഇടതുപക്ഷം. ഈ വിഷയങ്ങളിലെ നീതിയൊക്കെ തങ്ങൾക്ക് മാത്രമാണ് അവകാശപ്പെട്ടത് എന്ന ഒരു നിലപാടല്ലേ അത്? തീർച്ചയായിട്ടും. ഇത് നീതിയുടെ ഒരു പ്രശ്നം. നീതിയെ കുറിച്ച് പറയാൻ ഇവർക്ക് എന്താ അവകാശമുള്ളത്? ഇന്നലെയും കൂടി P ജയരാജന്റെ മകൻ ജെയിൻ രാജ് കടപ്പുറം സുധാമണി എന്നാണ് അമൃതാനന്ദമയി അഡ്രസ് ചെയ്തത്. വിമർശിക്കാൻ വേണ്ടിയാണെങ്കിൽ പോലും പ്രയോഗമാണ് നടത്തിയത്. സജി ചെറിയാൻ എന്ന് പറഞ്ഞ ഇവരുടെ സാംസ്കാരിക വകുപ്പ് മന്ത്രി പോയി അമൃതാനന്ദമയിയെ നെറ്റിയിൽ ചുംബിച്ച് മാലയണിയിച്ച് CPM വേറൊരു ലൈനിലേക്കാണ് പോകുന്നത്. അത് നമുക്ക് വേറൊരു വിഷയമാണ്. പക്ഷെ അത് ചെയ്യുമ്പോൾ സജി ചെറിയാനെ വിമർശിക്കാൻ വേണ്ടിയിട്ട് അവരെടുത്ത അമൃതാനന്ദമയി എന്ന് പറഞ്ഞൊരു സ്ത്രീയാണ്. ബേസിക്കലി അവരൊരു സ്ത്രീയാണെന്നുള്ളൊരു ബേസിക് കൺസിഡറേഷൻ കൊടുക്കുക. അത് കടപ്പുറം സുധാമണി എന്നുള്ള ആ കൺസെപ്റ്റ് CPM-ന് ഇപ്പോഴും മാറിയിട്ടില്ല. ഇത് ജെയിൻ രാജിന്റെ പ്രശ്നമല്ല, പതിറ്റാണ്ടുകളായിട്ട് CPM പ്രവർത്തകരിലേക്ക് പറഞ്ഞ് പതിപ്പിച്ച വാക്കാണത്.
ഈ കടപ്പുറം സുധാമണി എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്ന വാക്ക്, അത് ഇന്നും പ്രവർത്തകരെടുത്ത് ഉപയോഗിക്കുന്നു. എന്നിട്ട് നേതാക്കന്മാർ സ്വിച്ച് ഇടുമ്പോൾ നിൽക്കില്ല, പ്രവർത്തകർ ഇത് തുറന്നുകൊണ്ടേയിരിക്കുകയാണ്. അണികൾ, സൈബർ അണികൾ എന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ടല്ലോ, അവർ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ പിന്നീട് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത. തീർച്ചയായിട്ടും. അല്ല, ഇവരുടെ ഇതിലുള്ള പ്രശ്നം ഇനി ഇവർക്കെതിരെ വരുന്ന അറ്റാക്ക് ഉണ്ടല്ലോ, ഇപ്പൊ കോൺഗ്രസ് പക്ഷത്ത് അല്ലെങ്കിൽ BJP പക്ഷത്ത് മറ്റേതെങ്കിലും പക്ഷത്ത് നിന്ന് ഇവരെ ആക്ഷേപിക്കുന്നു എന്ന് പറയുന്നത് നിരന്തരം സർക്കാരിന്റെയും പോലീസിന്റെയും പാർട്ടിയുടെയും സംവിധാനങ്ങളുടെ സഹായത്തോടു കൂടി ഇവര് ചെയ്യുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ പറ്റാതെ ആളുകൾ ഇപ്പുറത്തുനിന്ന് അതേ മാർഗം എടുത്ത് ഉപയോഗിക്കുമ്പോൾ ഈ തിരിച്ചു പ്രയോഗിക്കുന്നത് മോശപ്പെട്ട കാര്യവും മറ്റത് നല്ല കാര്യവും രണ്ടും മോശപ്പെട്ടതാണ്. പക്ഷെ ഒരു വഴിയുമില്ലാത്ത മനുഷ്യർ അതേ ടൂൾ എടുത്ത് ഇവർക്കെതിരെ പ്രതിരോധം തീർക്കുമ്പോൾ അവർക്ക് അത് വലിയ ബുദ്ധിമുട്ടാണ്. അത് സാംസ്കാരിക കേരളത്തിന് അപമാനമാണ്, തിടുക്കപ്പെട്ട നടപടി ഉണ്ടാകുന്നു. ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടണം. ഞാൻ പറഞ്ഞു ഈ വിഷയം ചർച്ച ചെയ്യപ്പെടണം എന്ന എന്റെ ടേക്ക്. അല്ലെങ്കിൽ ഞാൻ ഉണ്ണികൃഷ്ണനെ ആക്ഷേപിക്കുകയോ അല്ലെങ്കിൽ ഷൈൻ ടീച്ചർ ആക്ഷേപിക്കുകയോ ഒന്നും ചെയ്തില്ല. ഇപ്പൊ എറണാകുളം DCC ഓഫീസിലെ നമ്മുടെ വാർ റൂം കോർഡിനേറ്ററുടെ പേര് ഷൈൻ എന്നാണ്. മലയാറ്റൂരത്തെ ദളിത് കോൺഗ്രസിന്റെ ബ്ലോക്ക് ജില്ലാ സെക്രട്ടറിയുടെ പേര് ഷൈൻ എന്നാണ്. അപ്പൊ എനിക്ക് പരിചയമുള്ള എത്ര ഷൈൻമാരുണ്ട്. നീ നാളെ തൊട്ട് ഷൈൻ ചെയ്തടാ എന്ന് പറഞ്ഞ് നീ ഒരുപാട് ഷൈൻ ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ അത് ഞങ്ങളെയാണ്, ഞങ്ങളെ മാത്രമാണ്, ഞങ്ങളെ തന്നെയാണെന്ന് പറയുന്ന പോലെയാണ്. ഇവിടെ ഇതൊക്കെ ഇവരുടെ സ്വാതന്ത്ര്യമാണെന്നേ. ഇപ്പോ ഒരാളുടെ സ്വകാര്യത മാത്രമാണ് ലൈംഗികത, അത് പൊതുമധ്യത്തിലേക്ക് നടുറോട്ടിലേക്ക് വലിച്ചിഴക്കപ്പെടുന്നതാണ് അവർ പറയുന്നത്. ശരി, ഷാഫി പറമ്പിലിന്റെ സ്വകാര്യത പൊതുമധ്യത്തിലേക്ക് വലിച്ചഴക്കപ്പെടാമോ? എങ്കിൽ EN സുരേഷ് ബാബുവിനെ ആദ്യം അവർ കറക്റ്റ് ചെയ്യണം. ഇനി നിലാവ് കാണുമ്പോൾ കുറയ്ക്കുന്ന പട്ടികൾ എന്നാണ് ഇവർ കുറെ ഇത്തരം ആളുകൾ അഡ്രസ് ചെയ്യുന്നത്. കേരളത്തിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നിലാവ് കണ്ടപ്പോൾ കുറച്ച നായയുടെ പേര് സുരേഷ് ബാബു എന്നാണെന്ന് ഞാൻ പറഞ്ഞ ഇവർ സമ്മതിക്കുമോ? കാരണം ഷാഫി പറമ്പിൽ മതേതര കേരളത്തിന്റെ ഒരു നിലാവായിട്ട് ഉദിച്ചു നിൽക്കുക എന്നാണ് നാട്ടുകാരെല്ലാവരും പറയുന്നത്, കേരളത്തിലെ മുഴുവൻ മനുഷ്യരും പറയുന്നത്. അപ്പോൾ ഷാഫി പറമ്പിലിനെതിരെ ഒരു കാര്യവുമില്ലാതെ കുറയ്ക്കുന്ന ആളാരാണ് എന്ന് നോക്കിയാൽ, അപ്പൊ ഇവർ പറഞ്ഞ ആ സ്കെയിലിംഗ് അനുസരിച്ചിട്ട് നിലാവ് കാണുമ്പോൾ കുറയ്ക്കുന്ന നായ്ക്കൾ ആരാണെന്ന് ഇവർ പറയണം. ഒരുപാട് മാഷുമാരെയും ടീച്ചർമാരെയും പരിപോഷിക്കുന്ന ഒരു പാർട്ടിക്ക് ഈ നാട്ടിലെ സാധാരണക്കാരോട് ഇത്തരം വിഷയങ്ങളോട് മറുപടി പറയാൻ പറ്റണം. ഇപ്പോൾ ഇവർ ഗോപാലകൃഷ്ണനെതിരെ കേസെടുത്തു. ഗോപാലകൃഷ്ണന്റെ ഭാര്യക്കെതിരെ, നടക്കാൻ പറ്റാത്ത ഭിന്നശേഷിക്കാരായിട്ടുള്ള ഭാര്യക്കെതിരെ, ഗോപാലകൃഷ്ണന്റെ ബന്ധുവിന്റെ മകൾക്കും മകനും എതിരെ ആക്ഷേപം ചോദിച്ചു. ആരാണ് എന്താണെന്ന് പോലും അറിയാതെ ഇവരെ ചെയ്യുന്നു. ആ കേസിൽ ഈ വേഗത ഉണ്ടായില്ലല്ലോ. വേഗതയുണ്ടായോ? അപ്പൊ വേഗത ഒരു പ്രശ്നമാണ്. അതാണ് വേഗത സ്വജനപക്ഷപാതത്തിന്റെ ഒരു ലക്ഷണം കൂടിയാണ്. അപ്പോൾ ഇത് ആളുകൾ ചോദിക്കുന്നവർ മോശക്കാരാകുന്നില്ല. എത്ര സൈബർ അറ്റാക്ക് ചെയ്താലും നമ്മൾ ഇതിനെ പ്രതിരോധിച്ച് ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ടിരിക്കും. നേരത്തെ നമ്മൾ തമാശയ്ക്കാണെങ്കിലും ആ സന്ദേശ സിനിമയുടെ ഡയലോഗിന്റെ കാര്യം പറഞ്ഞു. പക്ഷെ അത് ഇപ്പോൾ ഈ പറയുന്ന പോലെ CPM കോൺഗ്രസിന്റെ ഒരു യുവനിരക്കെതിരെ നിരന്തരം പ്രയോഗിക്കുകയാണ്. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ച് ശക്തമായ രണ്ടാം നിരയുണ്ട്, ഒരുപാട് പേരുണ്ട് നമുക്ക് എടുത്തു പറയാവുന്ന. അവരെയൊക്കെ അധിക്ഷേപിക്കുന്ന അല്ലെങ്കിൽ അവരെയൊക്കെ തന്നെ കോർണർ ചെയ്യുന്ന രീതിയിൽ അവർ ഉപയോഗിക്കുന്ന ടൂൾ ഇതാണ്. അപ്പൊ അതിനെതിരെ ഒരു എന്താ പറയുക, ഇപ്പോൾ ഒറ്റപ്പെട്ട ഇപ്പൊ ജിൻഡോ ചേട്ടൻ നേരത്തെ ചെയ്ത പോലെ ശക്തമായ പ്രതികരണം, അത് നല്ല കാര്യമാണ്. പക്ഷെ അങ്ങനെ ഒറ്റപ്പെട്ട പ്രതികരണങ്ങൾ മാത്രം മതി. ഇതിനെതിരെ ഒരു മാസ് മൂവ്മെന്റ് അല്ലെങ്കിൽ അത്തരം ഒരു ഇതിനെ പൂർണ്ണമായും ജനങ്ങളിലേക്ക് എത്തിക്കാൻ അല്ലെങ്കിൽ ജനങ്ങളെ ഇവർ തുറന്നു കാണിക്കാനുള്ള ഒരു നടപടി വേണ്ടേ? അല്ല, അതിൽ എന്താ എല്ലാവരും ഇതിന്, ചിലരിത് ചെവി കൊടുക്കില്ല, ചിലർ അതിനെ വിട്ടുകളയും, ചിലരിതിനെ എതിർത്ത് സംസാരിക്കും, ചിലർ ഇതൊക്കെ വീണ്ടും ചർച്ച ചെയ്യുമ്പോൾ ഇമേജിനെ കുറിച്ചിട്ടുള്ള ഒരു ഭയം. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഭയങ്ങളൊന്നുമില്ല. ഞാൻ പറഞ്ഞ ഇതൊന്നും മോശപ്പെട്ട കാര്യമാണല്ലോ വിട്ടുകളയുന്നത്, അതൊക്കെ ഓരോരുത്തരുടെയും മനസ്സാന്നിധ്യം പോലെയാണ്. ഞാൻ ഇവർ പറഞ്ഞ എല്ലാ വാക്കും ഞാൻ ഇങ്ങ് എടുത്ത് വായിച്ചു, എല്ലാ വാക്കും. ആ വാക്കിലെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഞാൻ അവരെ പഠിപ്പിക്കുക ചെയ്ത്. ഞാൻ അവർ പറഞ്ഞ എന്നെ ആക്ഷേപിക്കാൻ വേണ്ടി അവരെടുത്തത് ടൂൾസ് എൻ്റെ ഭാര്യ, എൻ്റെ മക്കളാണ്. അപ്പൊ മക്കളെ പന്നിക്കുട്ടികൾ എന്ന് ആക്ഷേപിക്കുന്നു, ഭാര്യയെ കൂട്ടിക്കൊടുക്കുന്നു എന്ന് ആക്ഷേപിക്കുന്നു. ഇതൊക്കെ ഞാൻ അതെല്ലാം എടുത്തിട്ട് അതിലെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് തിരിച്ച് കണ്ണാടി പോലെ തിരിച്ചങ്ങ് വെച്ചു കൊടുത്തു. അവർക്കൊരു മറുപടി ഇല്ലല്ലോ. ഒരാളും എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പിന്നെ കണ്ടിട്ടില്ലല്ലോ, ഒരു മറുപടിയും പറയാൻ അവർക്ക് പറ്റുന്നില്ലല്ലോ. ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, കേരളത്തിൽ കോൺഗ്രസ് പക്ഷത്ത് UDF പക്ഷത്ത് നിൽക്കുന്ന ചെറുപ്പക്കാർ ആരും കോപ്പി അടിച്ച് പരീക്ഷ ജയിച്ചവരല്ല, ആരും കട്ടെടുത്ത PhD തീസിസ് കൊണ്ട് ഡോക്ടറേറ്റ് കിട്ടിയവരല്ല. പിന്നെ ഇവരൊക്കെ ഇവരുടെ സ്വന്തം അനുഭവത്തിൽ നിന്നായിരിക്കും ഇത്തരം നിരീക്ഷണങ്ങളൊക്കെ പറയുന്നത്. അത് നമുക്ക് തിരുത്താൻ പറ്റില്ല. അതിനപ്പുറം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ആകെ പറയാൻ പറ്റുന്നത്, ഏതെങ്കിലും ഒരു പെൺകുട്ടിയോടൊപ്പം ഒരു യുവ നേതാവ് ചായ കുടിച്ചാൽ അത് മോശപ്പെട്ട കാര്യമാണെന്ന് പറയാം. ഭാര്യയല്ലാതെ അമ്മയായാൽ പോലും ഇവർക്ക് അറിയില്ലെങ്കിൽ അത് മോശപ്പെട്ട കാര്യമാണ്. ഇവർക്ക് അറിയണമെന്നില്ല അമ്മയാണോ പെങ്ങളാണോ എന്നൊന്നും. അപ്പൊ ഇവരെങ്ങനെ ഇത് തീരുമാനിക്കുന്നത്? ഒരു സ്ത്രീയോട് ഒരു പുരുഷന് യാത്ര ചെയ്യാനോ ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ ഒരു ചായ കുടിക്കാനോ സംസാരിക്കാനോ പറ്റാത്ത സാഹചര്യം കേരളത്തിലുണ്ടെങ്കിൽ അതുണ്ടാക്കിയത് CPM ആണ്.
ഇവര് ആണ് കപട സദാചാരവാദത്തിന്റെ കേരളത്തിലെ ഏറ്റവും വലിയ പ്രയോക്താക്കൾ. ഇവര് ഇത് നന്നായി പ്രചരിപ്പിച്ച് കോൺഗ്രസിലെയും UDF-ലെയും യുവ നേതാക്കന്മാരെ ഇല്ലാതാക്കാൻ നോക്കുന്നത് ഇവർക്ക് മറ്റൊരു പൊളിറ്റിക്സും പറയാനില്ലാത്തതുകൊണ്ടാണ്. അതിനെ നമ്മൾ അതിജീവിക്കും. കാരണം ജനങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുക. കാരണം കേരളം കണ്ട നീതിമാനായ ഒരു മുഖ്യമന്ത്രിയെ ആക്ഷേപിക്കാൻ വേണ്ടിയിട്ട് ഇവർ എന്തൊക്കെ ശ്രമം നടത്തി. ഉമ്മൻചാണ്ടി മെയിൻ ടൂൾ. ഉമ്മൻചാണ്ടിക്കെതിരെ ഒരു ആക്ഷേപം വേറെ ഒന്നും ഇവർക്ക് പറയില്ല. അപ്പോൾ അവര് സരിതയെ ചുറ്റിപ്പറ്റി കുറെ കാര്യങ്ങൾ പറഞ്ഞു. അതേ മുഖ്യമന്ത്രി പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് സ്വപ്നം വന്ന് പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ. അപ്പൊ അതിനെക്കുറിച്ച് ഒരു അന്വേഷണം പോലും നടത്താൻ തയ്യാറല്ലല്ലോ, അതിനെ അഡ്രസ്സ് ചെയ്യാൻ തയ്യാറല്ലല്ലോ. അപ്പൊ സ്ത്രീകളെ ഉപയോഗിച്ചുകൊണ്ടല്ല ഒരു രാഷ്ട്രീയത്തിൽ പരിചയം തീർക്കേണ്ടത്. സ്ത്രീകളെ രാഷ്ട്രീയ പോരാട്ടത്തിനുള്ള ഒരു ടൂളായിട്ട് ഉപയോഗിക്കാൻ പാടില്ല. സ്ത്രീകളെ ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് ഈക്വൽ റെസ്പെക്ട് കൊടുത്ത് അവരെ നമ്മളോടൊപ്പം ചേർത്ത് നിർത്തണം. അല്ലാതെ നമ്മുടെ കൂടെ കാണുന്ന സ്ത്രീകൾ ഈ പറഞ്ഞ ബാംഗ്ലൂർക്ക് ക്ഷണം കിട്ടുന്ന സ്ത്രീകളാണെന്നോ മോശപ്പെട്ട സ്ത്രീകളാണെന്നോ സുന്ദരികളാണ് എന്നൊക്കെ പറയുന്ന അതൊക്കെ ഒരു ഈ മലിനമായ മനസ്സുള്ളവർക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അത് CPM ഈ ക്ലാസ് എടുക്കുമ്പോൾ സ്വന്തം നേതാക്കന്മാർക്കാണ് ആദ്യം ക്ലാസ് കൊടുക്കേണ്ടത്, എന്നിട്ട് വേണം പബ്ലിക്കിനെ പഠിപ്പിക്കാനായിട്ട്.